കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫാമിലി കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. നമ്മൾ പല വീഡിയോകളിലും അഡ്വക്കേറ്റ് കമ്മീഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ചോദിച്ചിരുന്നു അതെന്താണ്, എന്തൊക്കെയാണ് അങ്ങനെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ ഗുണങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്. അതായത് നിങ്ങളുടെ കേസ് ഒരു എവിഡൻസ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആപ്പ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിലോ അതൊരു എവിഡൻസ് സ്റ്റേജിൽ എത്തി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു എവിഡൻസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കേസ് നമുക്ക് പെട്ടെന്ന് തീർപ്പാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കക്ഷികൾ അല്ലെങ്കിൽ നിങ്ങളുടെ വക്കീൽ തന്നെ കോടതിയിൽ തെളിവെടുപ്പ് നടത്തുവാനായിട്ട് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് നമ്മൾ കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കോടതി അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ തരികയും ജഡ്ജിയുടെ കയ്യിലുള്ള ഒരു പാനൽ ലിസ്റ്റ് ഉണ്ട്. ആ പാനൽ ലിസ്റ്റിൽ അവിടെയുള്ള ജൂനിയർ വക്കീലുമാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്നും ഏതെങ്കിലും ഒരു ആൾ നമുക്ക് വേണ്ടിയിട്ട് ആൾ ഏർപ്പാടാക്കും. ആരെയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് ആ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ പേര് കോടതിയിൽ, ഓപ്പൺ കോടതിയിൽ വെച്ചിട്ട് തന്നെ ജഡ്ജി ആ പേര് പറയുന്നതായിരിക്കും. മിക്കതും അതൊരു ജൂനിയർ അഡ്വക്കേറ്റുമാരായിരിക്കും സാധാരണഗതിയിൽ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെയും പേരിൽ 5 or 6 കേസുകളുണ്ടെങ്കിൽ ആ കേസുകളെല്ലാം നിങ്ങൾ ഓൾറെഡി ജോയിൻറ്റ് ട്രയൽ കൊടുത്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ കേസുകളെല്ലാം കൂടി ഒരുമിപ്പിച്ച് അതിൽ ഡിവോഴ്സ് കേസ് ഉണ്ടെങ്കിൽ ആ ഡിവോഴ്സ് കേസിനെ എന്ത് ചെയ്യും, ലീഡിങ് കേസ് എന്നുള്ള ഒരു ഹെഡിങ്ങിലായിരിക്കും നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെ അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൂഫ് അഫിഡവിറ്റ് രണ്ട് കക്ഷികളും കോടതിയിൽ ഹാജരാക്കുവാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളത് ഒരാഴ്ചക്കുള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം വരെ കേസ് അനാവശ്യമായിട്ട് നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഒരാഴ്ചക്കുള്ളിൽ പ്രൂഫ് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് പറഞ്ഞ് അത് സബ്മിറ്റ് ചെയ്യിപ്പിക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വക്കേറ്റ് കമ്മീഷനുമായിട്ട് സംസാരിച്ച് ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, 2 കൂട്ടരും ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സിനിമയിലും സീരിയലിലേക്കും ഓപ്പൺ കോർട്ടിലാണ് നമ്മൾ ഈ വിസ്താരങ്ങളും വിചാരണകളും കണ്ടേക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ പല കേസുകളിലും. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു റൂം കോടതി നമുക്ക് ഒരുക്കി തരും. അതിന് റൂം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുക്കി തരും. അപ്പോൾ കമ്മീഷൻ സെൻട്രലിലിരിക്കും, അപ്പുറത്തായിട്ട് 2 കക്ഷികൾ, അവിടെ വക്കീലന്മാർ, അങ്ങനെ മൊത്തം 4 ആൾക്കാരാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അങ്ങനെ ഇരുന്നതിന് ശേഷം ഡിവോഴ്സ് പെറ്റീഷൻ ആരാണോ ആദ്യം ഫയൽ ചെയ്തിട്ടുള്ളത് അവരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വിചാരണ ചെയ്യാനായിട്ട് പറ്റും. വിചാരണ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൂഫ് അഫിഡവിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഭർത്താവാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഭാര്യയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ റെക്കോർഡ് ചെയ്യും, സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുകയാണ് ചെയ്യുക. ഭാര്യ പറയുന്ന മറുപടിയും അവിടെ തന്നെ ഓൺ ദ സ്പോട്ടിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഭർത്താവിന് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ഇപ്പോൾ ഡിവോഴ്സ് കേസ് ആയിരിക്കാം, RCR ആയിരിക്കാം, GOP ആയിരിക്കാം, പിന്നെ ഡിഫമേഷൻ കേസ്, പെർജറി, അങ്ങനെ മെലീഷൻ, അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭാര്യയോട് ചോദ്യം ചോദിക്കുക. പറയുന്ന ഉത്തരങ്ങളും ചോദ്യങ്ങളും അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ റെക്കോർഡ് ചെയ്യും. ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യയുടെ വക്കീലിന് ഇതുപോലെ തന്നെ ഭർത്താവിനെതിരെയും ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു, ഉത്തരങ്ങളും റെക്കോർഡ് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കോടതിയിൽ തെളിവായിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പ്രത്യേകം മനസ്സിലാക്കുക, വൺസ് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ മാറ്റി പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാക്ഷിപ്പട്ടിക നിങ്ങൾ തയ്യാറാക്കി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഡിയോ എവിഡൻസ്, വീഡിയോ എവിഡൻസ്, CCTV ഫുട്ടേജുകൾ, അല്ലെങ്കിൽ ഇമെയിൽസ്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, അതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എന്ത് എവിഡൻസുകളാണ് എന്നുണ്ടെങ്കിലും ആ എവിഡൻസുകൾ മുഴുവനും എന്ത് ചെയ്യണം, കോടതിയിൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും കോടതിയിലെ ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാതും ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചെറിയ ടീമായതുകൊണ്ട് വേണമെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിചാരണ
മൊത്തം കംപ്ലീറ്റ് ചെയ്ത് ജഡ്ജിക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓപ്പൺ കോർട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുവാനായിട്ടുള്ളൊരു സമയം ഒരു പക്ഷേ കോടതിയിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ കോടതി അനുവദിക്കുകയാണെങ്കിൽ തന്നെ അതിങ്ങനെ പരമാവധി നീട്ടിക്കൊണ്ടുപോയി ചിലപ്പോൾ അതിൽ 1.5 കൊല്ലം വരെ നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് കമ്മീഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ വിചാരണകൾ കംപ്ലീറ്റ് നമുക്ക് തീർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കേസുകൾ പെട്ടെന്ന് തീർക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സ് മറ്റുള്ളവർ അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഫാമിലി കോടതി.